ഹലോ മക്കൾമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം അതിനകത്തേക്ക് 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് നമുക്ക് ഗരം മസാല, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂണ് മൈദയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ സോസ് ഒഴിച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. സോയാ സോസ് ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് കൊടുക്കാം. ഞാൻ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നു. ഉപ്പ് ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ വെക്കുമ്പോൾ അത്രയും നല്ലതാണ്. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ വറുത്തെടുക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ടി അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഓരോന്ന് വേണം പെറുക്കിയിട്ട് കൊടുക്കാൻ. നമ്മളിങ്ങനെ വാരി ഇട്ട് കൊടുക്കരുത്. വാരിയിടാതെ ഓരോന്ന് പെറുക്കിയിട്ട് അതെല്ലാം വറുത്ത് മാറ്റി വയ്ക്കണം. ഇതെല്ലാം മൊരിഞ്ഞ് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് ഈ ചട്ടിയിലോട്ട് തന്നെ നമുക്ക് കുറച്ചെണ്ണം മാറ്റിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക. 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് നല്ലോണം മൊരിയണം. മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട സവാള ഇട്ട് കൊടുക്കുക. സവാള വലുതായിട്ട് അരിഞ്ഞ് വേണം, ഓരോ ഇതളാക്കി വേണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഇതൊരുപാട് നേരം വേവേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് നേരം മാത്രം വെന്താൽ മതി. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് കുരുമുളക് പൊടിയും സോയാ സോസും ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മുമ്പേ ചിക്കൻ്റെ ബാക്കി സ്റ്റോക്ക് ഉണ്ടായിരുന്ന അതും കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. സോയാ സോസ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 2 സ്പൂണ് നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ വറുത്ത് വെച്ച ചിക്കനും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ്. എന്നാൽ അപ്പം നമ്മൾ വിചാരിച്ച് നമുക്ക് കുറച്ച് ഫ്രൈഡ് റൈസും കൂടെ റെഡിയാക്കാവുന്ന. അങ്ങനെ ചോറെല്ലാം വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചട്ടി അടുപ്പേ വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് പച്ചക്കറികൾ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചട്ടി അടുപ്പേ വെച്ചിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് ക്യാരറ്റും ഇട്ട് ബീൻസും ഇട്ടതിന് ശേഷം സോയാ സോസും ടൊമാറ്റോ സോസല്ല സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചോറ് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ടാറ്റാ.